PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. നമുക്ക് ശമ്പള കമ്മീഷൻ വന്നിട്ടുണ്ട്, 8ാമത്തെ. അത് നോക്കാം. 8ാം കേന്ദ്ര ശമ്പള കമ്മീഷന് അനുമതി. അടിസ്ഥാന ശമ്പളം 41,000 രൂപയാകും. 2026 ജനുവരി 1 മുതൽ പുതിയ ശമ്പള സ്കെയിൽ. ന്യൂഡൽഹി. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കാലാനുസൃതമായ ശമ്പള വർധനവ് ശുപാർശ ചെയ്യാനുള്ള 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ കേന്ദ്ര മന്ത്രിസഭാ യോഗം അനുമതി നൽകി. 2026 ജനുവരി 1 മുതൽ ശമ്പള പരിഷ്കരണം നിലവിൽ വരുന്ന രീതിയിൽ കമ്മീഷൻ ശുപാർശകൾ സമർപ്പിക്കും. കമ്മീഷൻ അധ്യക്ഷനെയും 2 അംഗങ്ങളെയും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള വിവിധ സാമ്പത്തിക സൂചികകൾ പരിഗണിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം 41,000 രൂപയായി ശുപാർശ ചെയ്തേക്കുമെന്ന് സൂചനയുണ്ട്. 49 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 65 ലക്ഷം പെൻഷൻകാർക്കും ഇത് പ്രയോജനമാകും. ശമ്പള പരിഷ്കരണം 10 കൊല്ലത്തിലൊരിക്കൽ. 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നത്. 2014 ഫെബ്രുവരി 28 മൻമോഹൻ സിംഗ് സർക്കാർ രൂപീകരിച്ച 7ാം ശമ്പള കമ്മീഷൻ 2015 നവംബർ 19 സമർപ്പിച്ച ശുപാർശകൾ 2016 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. 7ാം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്ത 2.57 ഫിറ്റ്മെന്റ് ഫാക്ടർ പ്രകാരം അടിസ്ഥാന ശമ്പളം 7,000 രൂപയിൽ നിന്നും 17,990 രൂപയായി ഉയർന്നിരുന്നു. അടുത്തത് ജീവനക്കാരുടെ ആവശ്യം. ഫിറ്റ്മെന്റ് ഫാക്ടർ 2.86 ആയി ഉയർത്തിയ അടിസ്ഥാന ശമ്പളം 51,451 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് ജീവനക്കാരുടെ സംഘടനകളുടെയും ആവശ്യം. 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2026 അവസാനിക്കുന്നതിന് മുമ്പ് കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പു നൽകി. ശമ്പളത്തിലും പെൻഷനിലും സമഗ്രമായ പരിഷ്കരണത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 1.2 കോടിയിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ ആശ്വാസം നൽകുന്ന 8ാം ശമ്പള കമ്മീഷന് വ്യാഴാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ബജറ്റ് 2025 മുമ്പുള്ള ഈ വലിയ പ്രഖ്യാപനം വരും കാലത്ത് സർക്കാർ ജീവനക്കാർക്കായി കൂടുതൽ വലിയ നടപടികൾ സ്വീകരിക്കുവാൻ മോദി സർക്കാരിന് കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു.